ഈ തുണിയാണ് 600 റുപ്യക്ക് ധോത്തി ചലഞ്ചിൽ കൊടുത്തത്. ഇത് ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ വന്ന് കരഞ്ഞു തന്നതാണിത്. ധോത്തി ചാലഞ്ച് എന്ന പേരിൽ ഒരു പ്രോഗ്രാം, ഒരു ധനാഗമന പരിപാടി യൂത്ത് ലീഗ് നടത്തിയിരുന്നു 2-3 വർഷം മുമ്പ്. യൂത്ത് ലീഗുകാരനെയാണ് ഈ കാര്യങ്ങളൊക്കെ എനിക്ക് എത്തിച്ചു തരണം കേട്ടോ. അല്ലാതെ ഇപ്പോൾ ഈ രേഖ ഒക്കെ എനിക്ക് എവിടുന്ന കിട്ടുക, ദുബായിലുള്ള രേഖ ഒക്കെ ഞാൻ ദുബായിലത്തെ ഇവരൊന്നും അല്ലല്ലോ. ഇതെല്ലാം അവർ തന്നെയാണ് എത്തിച്ചേരുന്നത്. ഇവൻ അടക്കമുള്ള ആളുകൾ ചെയ്യുന്ന ഈ പാർട്ടിയെ കരുവാക്കി ചെയ്യുന്ന സാമ്പത്തിക ഇടപാടുകൾ, ആ സാമ്പത്തിക ഇടപാടുകൾ തുറന്നു കാണിക്കേണ്ടതാണ് എന്നുള്ള ശക്തമായിട്ടുള്ള അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അവരിത് പറയുന്നത്. ധോത്തി ചാലഞ്ച് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി നടത്തിയിരുന്നു. അത് ധോത്തി കൊടുക്കുക, 2 ലക്ഷം തുണികൾ വിറ്റഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പരിപാടി ഇട്ടിരുന്നത്. ഓർഡർ അതിനേക്കാളും കൂടി. അങ്ങനെ 2,72,000 തുണികൾ അന്ന് വിറ്റഴിഞ്ഞു. 600 രൂപയാണ് ഒരു തുണിക്ക് വാങ്ങിയത്. അതിൽ 100 രൂപ സംഘടനക്ക്. 100 രൂപ സംഘടനക്ക് എന്ന് പറയുമ്പോൾ അതിൽ 20 രൂപ സംസ്ഥാന കമ്മിറ്റിക്ക്, 20 രൂപ ജില്ലാ കമ്മിറ്റിക്ക്, 20 രൂപ മണ്ഡലം കമ്മിറ്റിക്ക്, 20 രൂപ പഞ്ചായത്ത് കമ്മിറ്റിക്ക്, 20 രൂപ ശാഖാ കമ്മിറ്റിക്ക്. ഇങ്ങനെ 100 രൂപ സംഘടനയ്ക്ക് വേണ്ടിയിട്ട് അവർ പറഞ്ഞു. ഫിറോസ് ഉൾപ്പെടെയുള്ള ആളുകൾ യൂത്ത് ലീഗ് പ്രവർത്തകരെ പറഞ്ഞ് ധരിപ്പിച്ചത് ഏതാണ്ട് 500 രൂപ വിലയുള്ള തുണിയാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി പോകുന്നത്. അത് 600 രൂപക്ക് അവർക്ക് മാർക്കറ്റിൽ സാധാരണ കിട്ടുക 600 രൂപക്കാണ്, അല്ലെങ്കിൽ 700 രൂപക്കൊക്കെ ആയിരിക്കും കിട്ടുക. അങ്ങനെ 700 രൂപക്ക് കിട്ടുന്ന തുണിയാണ് നമ്മൾ 600 രൂപക്ക് കൊടുക്കുന്നത് എന്ന് പറഞ്ഞാണ് ഈ 600 രൂപ ആളുകളിൽ നിന്ന് സംഘടിപ്പിച്ചത്. 2,72,000 ധോത്തികൾ വിറ്റാൽ, 600 രൂപ വെച്ച് വിറ്റാൽ ഏതാണ്ട് 16,32,00,000 രൂപയാണ് കിട്ടുക. 2,72,000 ധോത്തികൾ ഒന്നിന് 600 രൂപ വെച്ച് വിറ്റാൽ ലഭിക്കുന്ന സംഖ്യ 16,32,00,000 രൂപയാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാന, ജില്ലാ, മണ്ഡലം, പഞ്ചായത്ത്, ശാഖാ കമ്മിറ്റികൾക്ക് 20 രൂപ വീതം 100 രൂപയാണ് ചലഞ്ചിൽ നിന്ന് നിശ്ചയിച്ചിരുന്നത്. ആ ഇനത്തിൽ തന്നെ 2,72,00,000 രൂപയാണ് യൂത്ത് ലീഗിന് കിട്ടിയത്. അത് വിവിധ കമ്മിറ്റികൾക്കാണ് കിട്ടിയത്. അതിൽ സംസ്ഥാന കമ്മിറ്റിക്ക് 54,40,000 രൂപ ലഭിച്ചു. തുണി ഒന്നിന് 200 രൂപ ഹോൾസെയിൽ വില കൂട്ടിയാൽ മില്ലുകൾക്ക് ആ തുണി തന്നിട്ടുണ്ട്. ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തനം കൊടുന്ന് തന്നതാ. ഈ തുണിയാണ് 600 റുപ്യക്ക് ധോത്തി ചലഞ്ചിൽ കൊടുത്തത്. ഇത് ഒരു യൂത്ത് ലീഗിന്റെ പ്രവർത്തകൻ വന്ന് കരഞ്ഞു തന്നതാണിത്. ഇപ്പൊ യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർക്ക് നാട്ടിലിറങ്ങി നടക്കാൻ വയ്യ. കാരണം ഓല് കൊടുത്ത തുണിയുടെ മജ കൊണ്ട് 200 രൂപ പോലും ഈ തുണിക്ക് വരില്ല. ഇത് ഞാൻ നിങ്ങളുടെ സമക്ഷം സമർപ്പിക്കുകയാണ്. ഇതിന് എത്രയാണ് ഹോൾസെയിലായിട്ട് 2,72,000 പീസ് തുണി എടുത്താൽ എത്ര രൂപയ്ക്ക് ഈ തുണി കിട്ടും എന്നുള്ളത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. ഇത് ഞങ്ങളിവിടെ ഏൽപ്പിച്ചു പോവാം. ഒരിടുക്കൽ എടുത്തിട്ടുള്ളൂ എന്ന് അയാൾ പറഞ്ഞത്. 2 തിരുമ്പൽ തിരുമ്പിയ എപ്പോഴാണ് ഈ തുണി വല്ല പഴന്തുണി മാതിരി ആയത്. കോടിക്കണക്കിന് രൂപയാണ് ഇത്തരം തട്ടിപ്പുകളിലൂടെ ഇവര് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതൊന്നും ഇപ്പം ഞാൻ മേടിച്ചതല്ല. ഇത് യൂത്ത് ലീഗിൻ്റെ ഒരു ഭാരവാഹി തന്നെ വന്ന് എൻ്റെ അടുത്ത് തന്നതാണ്. ഇതാണ് തുണി. 200 രൂപ പോലും ഇതിന് ഹോൾസെയിൽ റേറ്റ് വരില്ല. ഒരു തുണിക്ക് 2,72,000 പീസ് എടുക്കുമ്പോൾ ഏത് കമ്പനിയിൽ നിന്നാണ്, ഏത് മില്ലിൽ നിന്നാണ് ഒരു പൈസ, എത്ര രൂപക്കാണ് എടുത്തത് എന്ന് പറയാൻ ബന്ധപ്പെട്ടവർക്ക് ബാധ്യതയില്ലേ? ഇങ്ങനെയുള്ള കളവ് ഒരുപക്ഷെ 2 കൊല്ലം 3 കൊല്ലം കഴിഞ്ഞിട്ടാവും പുറത്തു വരിക.
അങ്ങനെ പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് ഉത്തരം പറയേണ്ട ബാധ്യത ബന്ധപ്പെട്ടവർക്കുണ്ട്. ഇവിടെയും ബിസിനസ് സംരംഭങ്ങളുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ബ്ലൂഫിൻ ട്രാവൽസ്, ബ്ലൂഫിൻ വില്ല പ്രൊജക്റ്റ്. ഇപ്പം ഞാൻ അന്വേഷിച്ച് നോക്കുമ്പോൾ കൊപ്പത്ത് നിന്ന് ഒരു പറ്റം യൂത്ത് ലീഗ് പ്രവർത്തകർ എന്നെ കാണാൻ വേണ്ടി വന്നിരുന്നു വീട്ടിൽ. അവർ പറഞ്ഞത് കൊപ്പത്തെ യുമ്മി എന്ന് പറയുന്ന ഒരു ഫ്രൈഡ് ചിക്കൻ ഷോപ്പുണ്ട്, അത് ഫ്രാഞ്ചൈസി എമ്മി അത് രണ്ട് വിധത്തിലും പറഞ്ഞിട്ടുണ്ട്. യുമ്മി എന്നും പറഞ്ഞിട്ടുണ്ട്, എമ്മി എന്നും പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ പറഞ്ഞോളി. അല്ല, രണ്ട് വിധത്തിലും അത് പറയുന്നുണ്ട്. എമ്മി, യുമ്മി അല്ല എമ്മി. എനിക്ക് ഈ കടകളുടെ പേര് അംബ്രല എന്നൊക്കെ പറഞ്ഞ മാതിരി ആണ്. അപ്പൊ അതിൻ്റെ കൊപ്പത്തെ ഫ്രാഞ്ചൈസി PK ഫിറോസും കൂടി ഷെയർ ഉള്ളതാണ് എന്ന് അവിടുത്തെ യൂത്ത് ലീഗ് പ്രവർത്തകരാണ് എന്നോട് പറഞ്ഞത്. കാരണം അവിടെ ആ സ്ഥാപനം തുടങ്ങാൻ വേണ്ടിയിട്ട് ബിൽഡിങ്ങിൻ്റെ ഓണറെ പോയി കണ്ടത് ഫിറോസാണ്, സംസാരിച്ച് അഗ്രിമെൻ്റ് ആക്കിയത് ഫിറോസാണ്, പഞ്ചായത്തിൽ പോയിട്ട് ലൈസൻസ് വേറൊരാളുടെ പേരിൽ എടുത്തത് ഫിറോസാണ്. പിന്നെ മാത്രമല്ല, ആ പരിപാടിക്ക്, അതിൻ്റെ ഉദ്ഘാടന പരിപാടിക്ക് എല്ലാവരെയും ക്ഷണിച്ചത്, ലീഗിൻ്റെയും ലീഗ് അല്ലാത്ത പാർട്ടികളുടെ നേതാക്കളെയും ഒക്കെ ക്ഷണിച്ചത് ഇദ്ദേഹമാണ്. അത് കൊപ്പത്ത് പോയിട്ട് ആരോട് ചോദിച്ചാലും അറിയാൻ വേണ്ടി സാധിക്കും.